സീസൺ 7 വരെ എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ്. ചേച്ചി സീസൺ 1 ഉണ്ടായിരുന്ന ആളാണ്. അപ്പം ഈ ഒരു സീസൺ എങ്ങനെയുണ്ട്? എത്രത്തോളം എന്റർടൈനിങ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്? ഈ ഒരു സീസണിന്റെ തുടക്ക സമയം മുതൽ ഇതിന്റെ പാറ്റേണും ഇതിന്റെ ഗെയിം പ്രോസസ്സൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. പക്ഷേ ഈ ബിഗ് ബോസ് വീട് എനിക്ക് ഒന്നാമതായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ സീസണുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വീടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ഇവർക്ക് ഇത്രയും ദിവസമായിട്ട് ഈ തുണിയും ഇതൊന്നും കൊടുക്കാത്തത് കാരണം അതൊരു മാതിരി വൃത്തികെട്ട ഒരു സ്ഥലം പോലെ പിന്നെ കാണൊക്കെ ഫീൽ ചെയ്തു ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഗെയിംസിനായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ആളുകൾക്ക് പ്രോപ്പറായിട്ട് ബിഗ് ബോസ് കൊടുക്കുന്ന ഗെയിം കളിക്കാൻ അറിഞ്ഞുകൂടാത്തവരായിട്ട് ഫീൽ ചെയ്തു. അതായത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. അതായത് ചിന്തിച്ച് കണ്ട് ഗെയിം കളിക്കണം എന്നുള്ള രീതിയിൽ തോന്നിയില്ല. ആ ഒരു കുറച്ച് ദിവസങ്ങൾ കളിച്ചതെന്ന് പറഞ്ഞാൽ അനീഷാണ്. അപ്പം അല്ലാതെ വേറെ ആൾക്കാരും എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം മുതലാണ് നമ്മളിപ്പോൾ ഒരു 2 ആഴ്ചകളിലായിട്ടാണ് നമ്മൾ അതിനകത്ത് ഗെയിംസ് കുറച്ചൊന്ന് കാണാൻ തുടങ്ങിയത്. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് തുടങ്ങി മുന്നോട്ട് പോകെയാണല്ലോ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഗെയിമിനെ വിലയിരുത്തുന്നതും കൂടുതലായിട്ട് ആളുകൾ വന്ന് കാണുന്നതും ഒക്കെ. ഇപ്പോൾ ഒരു സീസണാണെങ്കിൽ ഏറ്റവും എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് പറയുകയാണെങ്കിൽ അത് അനീഷാണ്. അപ്പൊ അനീഷിന്റെ ഗെയിമിനെ പറ്റി ചേച്ചിക്ക് എന്താ തോന്നുന്നത്? അതൊരു സ്ത്രീ വിരുദ്ധൻ എന്ന് പറഞ്ഞാണ് അനീഷ് വന്നിരിക്കുന്നത്. അപ്പം അനീഷ് വന്നത് എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ ഒരു സ്വീകാര്യതയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം സ്ത്രീ വിരുദ്ധൻ എന്നുള്ളൊരു ഇതെടുത്തത്, ടാഗ് ലൈൻ എടുത്തത്. കാരണം ഇവിടെ പൊതുവെ സ്ത്രീ വിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള മാസീവ് കയ്യടിയാണല്ലോ കിട്ടുന്നത്. അതുകൊണ്ടായിരിക്കണം. പക്ഷേ അനീഷിനെ പോലെ അവിടെയുള്ള സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഞാൻ അതിനകത്ത് ജനുവനായിട്ട് കേട്ടോ കണ്ടേയില്ല. അതിപ്പോൾ അനുമോള് ജയിലിൽ കിടന്ന സമയത്തായിക്കോട്ടെ, ഇവരൊക്കെ വന്ന് സമാധാനത്തിലൊക്കെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ശാരികയ്ക്കൊക്കെ ശരിക്കും അനീഷിനെയൊക്കെ ചിരിപ്പിക്കാൻ സാധിച്ചു എന്നൊക്കെ ഉള്ളതാണ്. ഇവരൊക്കെ ഇരിക്കുന്ന ഒരു കോംബോയൊക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല അത് എത്രത്തോളം ആളുകൾ എടുക്കും എന്നുള്ളത്. മുൻഷി രഞ്ജിത്തേട്ടൻ സാരിക ചേച്ചിയുടെ ഒരു കോംബോ നല്ല വൃത്തിക്ക് വർക്കാവുമായിരുന്നു ഇവർ ചെയ്തിരുന്നെങ്കിൽ. പക്ഷെ ഇവരൊക്കെ രണ്ടിടങ്ങളിലേക്കായി പോയത് കൊണ്ട് തന്നെ കുറെ വർക്കുകൾ നടന്നില്ല എന്ന് തോന്നുന്നു. കാരണം എന്റർടൈൻമെന്റ്സ് ഉള്ള ആളുകളായിരുന്നു. മുൻഷി രഞ്ജിത്തേട്ടനിലൊക്കെ നല്ല പ്രതീക്ഷയില്ലായിരുന്നു. ചേട്ടനാണെങ്കിൽ മറ്റേ കിച്ചന്റെ അവിടെയൊക്കെ ഒരുപാട് കോമഡി പറഞ്ഞു. കാരണം മൂപ്പര് ഇന്റർവ്യൂസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നോടും പറഞ്ഞു മൂപ്പര് ഒരുപാട് എന്താ പറയാ കോമഡീസും ഒരുപാട് കണ്ടന്റ് റെലവന്റ് മെസ്സേജുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ലൈവിലാണെങ്കിലും എപ്പിസോഡിലാണെങ്കിലും ഒരു നമ്മൾ സത്യം പറഞ്ഞ മൂപ്പരുടെ നമ്മൾ ഒരു കണ്ടന്റ് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം തന്നെ വന്നിട്ട് ഇന്റർവ്യൂസിലാണെങ്കിലും ഒരുപാട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് എന്താ കണ്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ സരിക ചേച്ചി ഈ എനിക്ക് തോന്നുന്നു 4 ആഴ്ച കൊണ്ട് 250 പാട്ടുകൾ അവിടെ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആകെ നമ്മൾ ഒരു പാട്ട് എന്തോ മാർഗഴി ആ ഒരു പാട്ട് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇവര് ബിഗ് ബോസ് ആണെങ്കിൽ ഒരാൾക്കൊരു നിയമം വേറെ ആൾക്ക് വേറൊരു? അല്ല, എനിക്കറിയില്ല. എനിക്ക് ഈ ഫസ്റ്റ് വീക്കിൽ അനീഷിന്റെ ഒരു ഓട്ടോ ആയിരുന്നു. അനീഷിന്റെ പിറകെ മാത്രമാണ് ക്യാമറ ചലിച്ചത്. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് അതുകൊണ്ട് തന്നെ മറ്റേ കണ്ടസ്റ്റൻസിനെ ഫോക്കസ് ചെയ്തില്ലാന്ന് തോന്നുന്നു. കാരണം സെൻസേഷൻ എന്ന് പറയുന്ന സാധനത്തിന് എപ്പോഴും ഭയങ്കര സ്വീകാര്യതയാണ്. ആളുകളുടെ ഇടയിലേക്ക് പാട്ട് പാടുന്നതും ഒരു വഴക്ക് നടക്കുന്നതും രണ്ടും എടുക്കൂ. പാട്ട് കേൾക്കോ അതോ വഴക്കിന് കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യും? ആ വഴക്ക് ആരാ അവിടെ ചെയ്യുന്നത്? അനീഷ് ഒരു 10 വട്ടം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആളുകൾ മൊത്തം അനീഷിന്റെ പുറകെ നടന്നുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ട് അനീഷിലേക്ക് കണ്ടന്റ് ഉണ്ടാകുന്നു. അപ്പൊ ഇവിടെ നിന്ന് നാടൻ പാട്ട് പാടുന്നത് കൊണ്ടിട്ട് അർത്ഥമില്ല. പക്ഷെ റെലവെന്റ് ആയിട്ടുള്ള മെസ്സേജ് വരെ മുൻഷിച്ചേട്ടൻ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. നിഷയുടെ സൗമ്യ ഇവരുടെയൊക്കെ സ്റ്റോറി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും വെളിയിലേക്കൊന്നും വന്നിട്ടൊന്നുമില്ല. മെസ്സേജുകളൊന്നും അധികം വെളിയിലേക്ക് പോകുന്നില്ല. ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ അവിടെ സംഭവിക്കുന്നു അതാണ് കൂടുതലും വെളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അനീഷ് എന്ന് പറയുന്നത് അതിനകത്ത് ഗെയിമായിട്ട് കണ്ടിട്ടുള്ളത്, ആ ഗെയിം കളിക്കാൻ പഠിച്ചു വന്നെന്ന് മനസ്സിലായതും അനീഷാണ്. പിന്നെ അനീഷ് കളിക്കുന്ന ഗെയിമൊന്നും അല്ല അനീഷിന്റെ ക്യാരക്ടർ. അനീഷ് ഈസ് എ വെരി പാവം എന്നാണ് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ അയാള് പക്ഷെ എന്താ പറയാ ഭയങ്കര കള്ളം പറയുന്നു. ഭയങ്കര കള്ളം. ഞാൻ ടാസ്ക് ഭയങ്കര ബെറ്റർ ആയിട്ട് ചെയ്തു, ഞാൻ അത് ചെയ്തു. എനിക്ക് ആള് ഭയങ്കര ഒരു നല്ലൊരു ഇപ്പം ഫിസിക്കൽ ടാസ്ക് ആണെങ്കിൽ ആ ഒരു കുപ്പി ഫ്ലിപ്പ് ചെയ്യുന്ന ഒരു ടാസ്ക് ഒക്കെ ഇല്ലേ, അതാ ഒരു വട്ടമാണ് അത് ചെയ്തത്. അത് കൂടാതെ ഈ നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിലകത്ത് മിണ്ടരുത് എന്ന് പറഞ്ഞില്ല, അവിടെ കളിച്ചൊരു ഗെയിമാണ് ഇതുവരെ അനീഷ് കളിച്ചതിൽ ഏറ്റവും ബ്രില്യന്റ് ഗെയിം. കാരണം അനീഷ് അവിടെ മിണ്ടിയിരുന്നുണ്ടായിരുന്നെങ്കിൽ നീ മൊട്ടയടിയിടാന്ന് മൊട്ടയടിയെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാം. ഇപ്പൊ അനീഷ് ആണെങ്കിൽ ഇപ്പൊ രേണു സുധീരെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗ് ഭയങ്കര വൈറലായിരുന്നു. രേണു സുധി കണ്ണടച്ചുറങ്ങുന്നു. അത് എനിക്ക് 10-18 വട്ടം സെയിം കാര്യം തന്നെ പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഇയാളിപ്പൊ ലാലേട്ടൻ എടുത്ത് ഇട്ട് കാണിച്ചു കൊടുത്തല്ലോ, അതിനുശേഷം ഇപ്പൊ കുറവുണ്ട്. കാരണം ഇത് പറയുമ്പോഴത്തേക്കും ഇവന് തന്നെ അരോചകം തോന്നി. ഇത് ജനങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ. കാരണം കഴിഞ്ഞ വർഷം രതീഷ് വേറൊരു മോഡായിരുന്നു.
പക്ഷെ രതീഷിനെ അനീഷിനെ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അനീഷിന് ഒരു ഗെയിം ഉണ്ട്, രതീഷിന്റെ ഗെയിം ഇല്ല, ഒച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും നേരം ഇരുന്നല്ലോ, എനിക്ക് തോന്നുന്നു മെഹറിന് ഇതുപോലെ ഇന്റർവ്യൂ ഒക്കെ വന്നെന്ന് നേരത്തെ മെഹർ പറഞ്ഞായിരുന്നു. മെഹർ ഇപ്പൊ വൈൽഡ് കാർഡിൽ പോണെന്നൊക്കെ പിന്നെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അല്ല, ഞാൻ നോക്കുമ്പം ഏഷ്യാനെറ്റ് ന്യൂസില് എത്ര വീഡിയോസിലും ഇതിനകത്തൊക്കെയാണ് വൈൽഡ് കാർഡിൽ മെഹർ ഫാത്തിമ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇതൊക്കെ. എനിക്ക് ഇതുവരെ വിളിക്കാത്തതും ഇതുവരെ സംസാരിക്കാത്ത ആൾക്കാരൊക്കെ വിളിച്ച് ചോദിക്കുന്നു, പോവാണോ ഫുൾ സപ്പോർട്ട്. പക്ഷെ ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര പാമ്പറിങ് ചെയ്തിട്ട് ആൾക്കാരെ ഇന്റർവ്യൂ കണ്ടിട്ടൊന്നും പോവാന്നൊന്നും തോന്നണില്ല മെഹറെ. അല്ല, കുറച്ചൊന്നും ആക്റ്റീവ് ഒക്കെ അല്ല, നമ്മള് എല്ലായിടത്തും നമ്മൾ ഒരേപോലെ നിക്കണം എന്നില്ലല്ലോ ചേച്ചി. ഇപ്പൊ നമ്മള് ഒരിടത്ത് സംസാരിക്കുന്നു, നമ്മള് ഇപ്പൊ ഇന്റർവ്യൂസിലാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു പാറ്റേൺ അങ്ങനെയാണ്. ഒരിക്കലും ഇപ്പൊ ഒരു ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് മാത്രമല്ല ബിഗ് ബോസിൽ പോവാനൊരു ഇതുള്ളത്. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഈ മെഹറിന്റെ ഈ ഒരു പാമ്പറിങ് മോഡ് ഉണ്ടല്ലോ, മെഹർ ഭയങ്കര സ്നേഹിച്ചാണ് എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. മെഹർ എപ്പോഴും ഇന്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് മെഹർ അങ്ങനെ ഒരു എങ്ങനെയാണ് ആളുകളെ അങ്ങനെ ട്രസ്റ്റ് ചെയ്തിട്ട് എല്ലാവരെയും അങ്ങനെ പാമ്പർ ചെയ്ത് എന്തിനാണ് വിടുന്നത്? ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ഇല്ലേ. ഇപ്പം ഞാൻ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കും, എന്നെ പറ്റി എന്താ മെഹർ കേട്ടിട്ടുള്ളത്? പാവം ഒരു ചേച്ചി, അയ്യോ പാവമാണ്, ഇങ്ങനെ ഭയങ്കര സ്നേഹത്തിൽ എല്ലാവരും ഇങ്ങനെ താലോലിച്ച് നടക്കുന്ന ഒരു ചേച്ചി, അങ്ങനെ തോന്നുന്നുണ്ടോ? പക്ഷെ അവിടെയും മെഹർ എന്നെയും ഭയങ്കരമായിട്ട് മെഹർ ഇരുത്താണ്. ഞാൻ പറഞ്ഞു ഈ പാൽക്കുപ്പി 2K കിഡ്സിനെ ഒന്നും കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഫ്രണ്ട് അല്ലേ? റെനന്റെ ഫ്രണ്ടാണ്. റെനന്റെ കളിയെ പറ്റിട്ട് എന്താ? എനിക്ക് ഇഷ്ടമാണ് റെനയുടെ ഗെയിം. റെന നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഒരു 18-19 വയസ്സുള്ള ഒരു കുട്ടി അവിടെ നല്ലൊരു ഗെയിം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് റെനേനെ അംഗീകരിക്കാൻ പറ്റുന്നു. എന്നിട്ട് ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഭയങ്കര അലറി സംസാരിക്കുന്നവർ മാത്രമാണ് ബിഗ് ബോസ്. റെനയിൽ എന്താണ് പോയിന്റ്? റെന പറയുന്നത് ഇന്നലെ പറഞ്ഞ വർത്താനം എന്താണെന്നറിയാവോ? കാൽ മസാജ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ടായി നൂറയുടെ ഭാഗത്ത് നിന്ന്. അത് ഇവിടെ ബിന്നി മാനിപ്പുലേറ്റ് ചെയ്ത സാധനം വെച്ചിട്ട് അവർ തമ്മിൽ ഇരുന്നത് ഇവരുടെ കണ്ണിൽ ലെസ്ബിയൻസ് ആയതുകൊണ്ടിട്ട് ഏത് പെണ്ണുങ്ങൾ ഒരുമിച്ചിരുന്നാലും ലെസ്ബിയൻസ് ആണെന്നുള്ള രീതിയിലാണെന്ന് ഇവള് ക്രിയേറ്റ് ചെയ്തത്. അതാണോ ബോധം ഇവളുടെ? അല്ല, ഞാൻ ഒരു 19 വയസ്സായ പെൺകൊച്ചി. ലൈക്ക് ഇപ്പം എല്ലാവരും ഇപ്പൊ ഒരാളും അതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് കളിക്കുന്ന ഒരാളല്ലല്ലോ. ഒരാൾക്ക് നല്ലതും ഉണ്ടാവും മോശം ഉണ്ടാവും. പക്ഷെ റെന ആണെങ്കിൽ അതിനകത്ത് ഒരു 19 വയസ്സായ കുട്ടി എന്ന നിലയിൽ അവിടെ വന്നതിൽ ഏറ്റവും മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടി സമ്മതിച്ചു. പക്ഷെ വിവരവും ബോധവും വേണ്ടേ? ഇത് എന്തുവായി കിടന്ന് കാണിക്കുന്നത്? 2K കിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇമ്മാതിരിയാണ് ചീവീടിനെ പോലെ അലറി. എനിക്ക് ഈ ക്രിയേഷൻസ് ഉണ്ടായിരുന്നു സീസൺ 1 ഇപ്പൊ ഞാൻ ഇതിരുന്നുകൊണ്ട് പറയുമ്പോൾ ഓ ദിയാസന പോയിട്ട് എന്തിനാണ് കാണിച്ചതെന്ന് നമുക്കറിയാം എന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. ചിലപ്പോൾ റെനയുടെ ഫാൻസ് അത്രത്തോളം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. റെനേൻ്റെ അടുത്ത് അവിടെ ഉള്ള ആൾക്കാർക്ക് മൊത്തം അസൂയ എന്നാണ് പറയുന്നത്. റെന അവിടെ കളിക്കുന്ന ഡേർട്ടി ഗെയിമാണ്. ആക്ച്വലി ആ ഒനീലിൻ്റെ അടുത്തൊക്കെ ലാലേട്ടൻ വന്ന് ഒനീൽ റിയാക്ട് ചെയ്യുന്ന ഒനീൽ ഒരു എന്താ പറയുക, അയാളുടെ ക്യാരക്ടർ വൈസ് ഒരു ഫ്രീ ആയിട്ട് ഇടപെടുന്ന നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു മനുഷ്യനാണ്. ഒബ്വിയസ്ലി ആണ്. പക്ഷെ അത് റെന എന്ത് ചെയ്തിട്ടാ ഈ അനുവിന്റെ അടുത്തൊക്കെ ഈ റെനയുടെ എന്തോ കാണിക്കുന്നത്? ഇവർക്ക് എന്താ പ്രാന്ത് വല്ലതും ഉണ്ടാ? ഒരു പെണ്ണല്ലേ, ഒരു ഒന്നുമില്ലെങ്കിലും പെണ്ണോ, ഞാനിപ്പോ ആ രീതിയിൽ ആ സെൻസിൽ പറയണല്ല. എങ്ങനെ മെഹറ നിനക്ക് ഫ്രണ്ട് എന്ന് പറയാൻ തോന്നുന്നേ? അല്ല, നമ്മള് ഒരാൾ അങ്ങനെ നോക്കിയിട്ടാണല്ലോ നമ്മൾ ഫ്രണ്ട്സിനെ ബിഗ് ബോസിൽ കേറുന്നതിന് മുന്നേ എന്റെ ഫ്രണ്ട് ആയിരുന്നു. അല്ല, ഇത് തന്നെയാണ് സ്വഭാവം. അതൊന്നും പറ്റൂല. അപ്പം സ്വഭാവം. ഞാൻ ഈ കൊച്ചിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അടുത്തിടെ ഈ കൊച്ചൊരു സൈബർ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഈ കുട്ടി ഒരു ഇത് കിട്ടുമ്പോ ഞാൻ എന്റെ മോൻ ആ വീഡിയോ അയച്ചു കൊടുത്തിട്ട്, എന്റെ മോന്റെ പ്രായ, എന്റെ മോൻ ജനുവരി 26-ന് 19 വയസ്സാവും. അപ്പൊ ഈ കൊച്ചിന് 19 വയസ്സാണ് ഇപ്പൊ. അപ്പം ഞാൻ ഇവൻ അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, കണ്ട പെൺകുട്ടികളൊക്കെ ഇവിടെ കിടന്ന് പ്രതികരിക്കുന്നത് കണ്ട, ഇങ്ങനെ ആയിരിക്കണം പെൺപിള്ളേരെന്ന് പറഞ്ഞ് ഞാൻ അയച്ചു കൊടുത്തതാ. അതെല്ലാം സത്യം. പക്ഷെ എന്തുവായി കിടന്ന് കാണിക്കണം? ഇന്നലെ പറയണ ആദില നൂറയില്ലാതെ എങ്ങനെയാ, ആദിലില്ലാതെ എങ്ങനെയാ നൂറ് സർവൈവ് ചെയ്യുന്ന? അപ്പം ആലിബില്ലാതെ നീ എങ്ങനെയാന്ന് ചോദിച്ചപ്പോ അപ്പൊ അവൾ അവിടെ മോങ്ങാൻ വേണ്ടി പോയി. കരയണമെന്നുണ്ടെങ്കിൽ ചെയ്യരുത്, ഇല്ലെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടിരിക്കണം. ആദ്യമൊക്കെ ഞാൻ റെന എൻ്റെ ഫേസ്ബുക്ക് പേജ് അക്കൗണ്ട് എടുത്ത് നോക്ക്. ആദ്യത്തെ ഇതിനകത്ത് ഞാൻ റെനയെ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ റെന ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റികൾ ഭയങ്കര അത് ഗെയിമായിട്ട് കാണുന്നില്ല മോനെ. ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുക, പുതുതായിട്ട് അവളായിട്ടൊരു സംഭവം ക്രിയേറ്റ് ചെയ്യുക, അവൾ കൊണ്ടുവരണം. ഇവിടെ ഇരുന്നുകൊണ്ട് പാരഡി ഗായകൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കും, പോയി ചെയ്തിട്ട് വാ, ഓടിപ്പോകുന്നു. ഇതാണ് അത്.
കറക്റ്റാ. എനിക്ക് റെനേനെ അനുകരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ, കാരണം ഞാൻ പൊതുവെ അങ്ങനെയൊക്കെ അനുകരിക്കലുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ കുറ്റം പറയുന്നതെന്ന് പറയുന്നത് അവളുടെ ഗെയിം കൊള്ളാത്തോണ്ട് തന്നെയാണ്. നല്ലൊരു ഗെയിമർ അല്ലല്ലോ, ഒരിക്കലും അല്ല. ചേച്ചി ഇപ്പൊ നോക്കി നോക്കി, ഇപ്പൊ നമുക്ക് ഇത്രയും സീസണിലാണെങ്കിൽ ഇപ്പം ചെറിയ കണ്ടസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഒരു എനിക്ക് തോന്നുന്നു 20-21 വയസ്സൊക്കെ ഉള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് വന്നിട്ടുണ്ട്. പക്ഷേ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ റെന നന്നായിട്ട് കളിക്കുന്നേ. പ്രസന്റേഷൻ വാസ് ഗുഡ് എന്ന് നമുക്ക് തോന്നി ആ കുട്ടി വന്നപ്പോ തോന്നി. പക്ഷെ ആ കൊച്ചിനെ കൊണ്ടൊന്നും പറ്റത്തില്ല, അതിനെ കൊണ്ടൊന്നും പറ്റില്ല.